ഗുരുപരമ്പര സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരേവ യച്ഛാന്യത്ര കാലാതീതം തദപി ഓംകാരേവ. സർവം ഹ്യേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭഗ് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതം പ്രജ്ഞാനഘന ഏവ ആനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞേഷാന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്രാ മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്രാ ആപ്തേരാദിമത്വാൽവാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ.
സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ് വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രജ്ഞോമകാരസ്തൃതീയ മാത്രാമിതേരപീതേർവാ മിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോ വശമശിവോ അദ്വൈത ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ. ദ്വൈത പ്രകടനത്തിൽ 26-ാമത്തെ കാര്യം. 28 33 തെറ്റിച്ചവിടെ തിരിഞ്ഞു. അകൽപകം അജം ജ്ഞാനം ജ്ഞേയാഭിന്നം പ്രചക്ഷതേ ബ്രഹ്മജ്ഞേയം അജം നിത്യം അജേനാജം വിബുധ്യതേ. ഈ പ്രകടനത്തിൽ പ്രധാനമായും പറയുന്നത് ആത്മാനുഭവത്തെ സംബന്ധിച്ചാണ്. ആത്മാനുഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. കാരണം ആത്മാവിനെ ഇവിടെ അദ്വൈതമായി പറയുമ്പോൾ ആത്മാവ് ഏകവും അദ്വൈതവുമായിരിക്കെ ആത്മാനുഭവം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ആരാണ് ഈ ആത്മാവിനെ അറിയുന്നവൻ? ആത്മാവിനെ അറിയുന്ന ഈ അറിവ് അത് ആത്മാവിൽ നിന്ന് അന്യമാണോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും അദ്വൈതികൾ. അതെങ്ങനെ സംഭവിക്കുക ആത്മാനുഭവം? ഏകമായിരിക്കുന്ന ഒന്നിൽ അതിന്റെ അനുഭവം ആർക്കാണ് ഉണ്ടാകുന്നത്? അതിന് തന്നെയാണോ അതോ അന്യനാണോ? അതിന് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാശ്രയം തുടങ്ങിയ ദോഷങ്ങൾ വരും. അന്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതം അദ്വൈതം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിനിവിടെ വിശദീകരിക്കുകയാണ്. ആത്മാനുഭവം ഒരിക്കലും വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്ന ഒന്നല്ല. എന്നാലും യുക്തിക്ക് ബോധ്യപ്പെട്ടേ മതിയാവും. അതുകൊണ്ട് ഇവിടെ ശ്രുതിയെ ഉദ്ധരിച്ച് അതിന് സമാധാനം പറയുകയാണ്. നഹി വിജ്ഞാതഹു
വിജ്ഞാതേഹി വിപരിലോകോ വിദ്യതി അഗ്നിഷ്ണവത്. ഈ ശ്രുതി ആചാര്യസ്വാമികൾ ധാരാളം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ആത്മാനുഭവത്തിന്റെ പരമമായ നിലയെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതിയെ കാണിക്കുന്നത്. വിജ്ഞാതുഹു, വിജ്ഞാതാവ്, വിജ്ഞാതാവ് എന്നിവിടെ പറയുമ്പോൾ സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനായ ആത്മാവ്. അത് സർവത്തെയും പ്രകാശിപ്പിക്കുമ്പോൾ അനാത്മവസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അത് ആത്മപ്രകാശത്തിന് വിഷയമാണ്. അതുകൊണ്ടാണ് ജീവൻ സർവത്തെ അറിയുന്നത്. അതുകൊണ്ടാണ് വിജ്ഞാതാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയും അറിയുന്നത്. പക്ഷെ അതുകൊണ്ട് അവൻ എങ്ങനെ തന്നെ അറിയും? താൻ തന്നെ അറിയുക, അതെങ്ങനെ സംഭവിക്കും? അതിന് പറയുന്നുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ കർത്തൃദോഷം തുടങ്ങിയ ദോഷങ്ങൾ വരും. ഗീതാഭാഷ്യത്തിൽ മറ്റൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിജ്ഞാതാവിന്റെ വിജ്ഞാതി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? വിജ്ഞാതാവിന്റെ സർവത്തെയും അറിയുന്നവന്റെ അറിവ്, ആ അറിവ് അവനെ തന്നെ വിഷയമാകും. അങ്ങനെയുള്ള അറിവ് എന്നാലേ പറയാൻ പറ്റൂ എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായി. ശ്രുതി തന്നെ പറയുന്നു, വേദാഹം ഏതം, ഞാനിതിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഋഷിക്ക് പറയണമെങ്കിൽ ഇതിനെ അറിയണം. ഇതെങ്ങനെ അറിയാൻ കഴിയും? സർവവിജ്ഞാതാവായിരിക്കുന്നവന്റെ വിജ്ഞാതി, സർവവിജ്ഞാതാവായിരിക്കുന്നവന്റെ വിജ്ഞപ്തി, അറിവ്, അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവല്ല, തന്നെക്കുറിച്ച് തന്നെയുള്ള അറിവ്. അതിനെ തന്നെ ജ്ഞാനം, അറിവ് എന്ന് പറയുന്നു. അത് സ്വസ്വരൂപത്തെ സ്വയം വെളിപ്പെടുത്തുന്നതാണ്. അതാണ് അതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. വിജ്ഞാതേഹേ വിപരിലോകോ ന വിദ്യതേ, അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മസ്വരൂപത്തിൽ സദാ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. ആ പ്രകാശത്തെ മായ മറയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മായയുടെ മറ നീങ്ങുന്നു, അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നീടൊന്നവിടെ പ്രകാശിക്കാനോ പ്രകാശിപ്പിക്കാനോ ഇല്ല. സകൃത് വിഭാഗം അടുത്ത് പറയും. അത് ഉദിക്കാതെയും അസ്തമിക്കാതെയും ഇരിക്കുന്ന സൂര്യനെ പോലെയാണ്, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശം, ആത്മാവിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവ് അതിന്റെ പ്രകാശം എന്ന് വേർതിരിക്കാൻ വയ്യ. വാസ്തവത്തിൽ സൂര്യൻ അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകാശത്തെ സൂര്യനിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. അഗ്നി അതിന്റെ ഉഷ്ണം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിന്ന് നമുക്ക് ഉഷ്ണത്തെ വേർതിരിക്കാൻ പറ്റത്തില്ല. അത് ആ ഉഷ്ണം, ചൂട്, അത് അഗ്നിയുടെ സ്വഭാവം തന്നെയാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ്. അതിനാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് അഗ്നി ഉഷ്ണവത്.
അപ്പോൾ ആത്മാവിന്റെ അനുഭവം ആത്മാനുഭവം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ആത്മാവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. അത് ആത്മസ്വരൂപം തന്നെയാണ്. മേഘം മാറി ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കുമ്പോൾ അവിടെ സൂര്യനിൽ പ്രകാശം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു വസ്തു വന്നില്ല. മേഘം മാറി എന്നുള്ളതേ ഉള്ളൂ. അത് മേഘം കൊണ്ടും മറഞ്ഞ് ഇരിക്കുമ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടേനെ ഇരിക്കുന്നു. ഇവിടെ ഒരു വ്യത്യാസം മാത്രം. എന്താണ്? ആ പ്രകാശത്തെ അനുഭവിക്കുന്നവൻ വേറെയാണ്, ജീവൻ അതിനെ അനുഭവിക്കുന്നു. അത്രമാത്രം വ്യത്യാസമുണ്ട്. കാണുന്നവനും സൂര്യനും ഇടയ്ക്ക് മേഘമെന്നും മറയുന്നു. ഇവിടെ കാണുന്നവൻ അന്യനാണ്. അവന്റെ കാഴ്ചയെ മറയ്ക്കുന്നതാണ് അവിടുത്തെ മേഘം എന്ന മറ. ആ മറ മാറുമ്പോൾ മുമ്പ് ഉള്ളതുപോലെ തന്നെ സൂര്യൻ പ്രകാശിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? കാണുന്നവൻ അന്യൻ, ആ കാഴ്ച അന്യൻ. ഇവിടെ ആത്മസൂര്യനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവിടെ കാണുന്നവൻ അന്യനല്ല, കാണുന്നവനും കാഴ്ചയും ഒന്ന് തന്നെ. അതെങ്ങനെ ഒന്നാകും? അന്യമല്ലാത്ത ഒന്നിനെ എങ്ങനെ കാണാൻ പറ്റും? കാരണം ഇത് പ്രകാശ സ്വരൂപമായതുകൊണ്ട്. സൂര്യനിൽ ഒരു ചേതനനുണ്ടെങ്കിൽ, സൂര്യനെ ചൈതന്യവത്തെന്നാണ് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലല്ല. സൂര്യദേവതയെക്കുറിച്ച് പറയുന്നു. ഹിരണ്യഗർഭൻ, സൂര്യമണ്ഡല ഉപാധിയോടുകൂടി ഇരിക്കുന്ന ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നു. അപ്പോൾ മേഘങ്ങൾ മറച്ചാലും ആ സൂര്യ ചൈതന്യത്തിനൊരിക്കലും സൂര്യൻ മറയുന്നില്ല, നിത്യപ്രകാശമായിട്ട് തന്നെ ഇരിക്കുന്നു. അതുപോലെ ആത്മസൂര്യനെ പരമാർത്ഥത്തിൽ മായയ്ക്ക് മറയ്ക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ബന്ധനം പരമാർത്ഥമല്ല. പരമാർത്ഥത്തിലുള്ള ഒരു മറ അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് സദാ സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പരമാർത്ഥമല്ലാത്ത ഒരു മറ, അതുകൊണ്ടാണ് അതിനെ മായ എന്ന് വിളിക്കുന്നത്. അതിന് യാതൊരു വാസ്തവികതയില്ല. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് വളരെ തുച്ഛമാണ്, നിസ്സാരമാണ്. തുച്ഛമായിരിക്കുന്ന ആ മറ മറന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആത്മപ്രകാശം ആത്മാവിൽ നിന്നും അന്യമല്ല. അഗ്നി ഉഷ്ണവത്, അഗ്നിയുടെ ഉഷ്ണത്തെ പോലെ. ഇവിടെ ബാഹ്യമായി എന്താണ് സംഭവിക്കുന്നത്? കാണുന്നവൻ ജീവൻ, അവന്റെ മുമ്പിൽ നിൽക്കുന്ന ജഡമായ പ്രകാശമാണ്. അതിനെ ജഡമായ മേഘം മറയ്ക്കുന്നു. അതാണ് ബാഹ്യമായി സംഭവിക്കുന്നത്. ഇവിടെ ആത്മനിഷ്ഠയിലാണെങ്കിലോ അവിടെ ചൈതന്യം മാത്രം. മായ എന്ന് പറയുന്നതോ അത് ഈ ചൈതന്യ ഛായ, ചൈതന്യത്തിന്റെ തന്നെ ഛായയാണ്. അന്യമായി ഒന്നിൽ നിന്നും മറ്റൊന്ന് വരാൻ ഇവിടെ വഴിയില്ല. കാരണം ഏകവും അദ്വൈതവുമായിരിക്കുന്ന സത്യമാണ് ഈ ചൈതന്യം. അതിന്റെ ഒരു ഛായയാണ് ഇവിടെ മറയെന്ന് പറയുന്നത്. നമുക്ക് സൂര്യന്റെ മുമ്പിലുള്ള മേഘത്തെ മാറ്റിക്കളയാം. ഇതിനങ്ങനെ മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് ആ ചൈതന്യത്തിൽ നിന്ന് അന്യമല്ല. അത് ആ ചൈതന്യ സ്വരൂപം തന്നെ. അത് ചൈതന്യ സ്വരൂപമായി നിൽക്കുമ്പോൾ നമ്മളതിനെ പറയുന്നത് എന്താണ്? മറ മാറിയിരിക്കുന്നു. മറിച്ചത് വ്യാവഹാരികമായി നിന്ന് മനോരൂപത്തിൽ നിന്ന് പ്രപഞ്ചാനുഭവത്തെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ മറ സംഭവിച്ചിരിക്കുന്നു. അദ്വൈതമായിരിക്കുന്ന ഈ ചൈതന്യത്തിൽ നിന്ന് അന്യമായി പരമാർത്ഥത്തിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ സർവ്വതും ഈ ചൈതന്യപ്രകാശം തന്നെ. ആ ചൈതന്യപ്രകാശത്തിൽ
അതിന് തന്നെ വിഷയമാക്കാതെ സ്വയം അത് പ്രകാശിക്കുന്നതുകൊണ്ട് ആത്മാനുഭവത്തിന് യുക്തിഭംഗമൊന്നുമില്ല. ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന് യുക്തിഭംഗം വരും. ആത്മാശ്രയം തുടങ്ങിയ ദോഷങ്ങൾ. ആത്മാനുഭവം എന്ന് പറയുന്നത് ആത്മാവിന്റെ മറ നീങ്ങിയ പ്രകാശം, സ്വയം പ്രകാശമാണെന്ന് പറഞ്ഞാൽ അവിടെ യുക്തിഭംഗമൊന്നുമില്ല. ഒരു വെളിച്ചത്തെ കാണുന്നതിന് നമുക്ക് മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്, കണ്ണിന്റെ ആവശ്യമുണ്ട്. അത് രണ്ട് വെളിച്ചങ്ങളും ജഡമായതുകൊണ്ട് അവിടെ ഒരു ചൈതന്യത്തിന്റെ ആവശ്യമുണ്ട്. ഉള്ളിലിരിക്കുന്ന ചൈതന്യം അതിനെ കാണിക്കുന്നു. ഇപ്പോൾ പ്രകാശത്തെ കാണുന്നതിന് ചൈതന്യത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ചൈതന്യത്തെ കാണുന്നതിന് അതിനെ പ്രകാശിപ്പിക്കുന്നത് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് ഏതുപോലെ അഗ്നിയുടെ ഉഷ്ണം പോലെയാണ്. അതിനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല, അത് വേർതിരിക്കാൻ കഴിയുകയുമില്ല. ആ ചൈതന്യത്തെ തന്നെയാണ് നമ്മൾ സത്തെന്നും ആനന്ദമെന്നും ബ്രഹ്മമെന്നും എല്ലാം പറയുന്നത്. എന്നാണ് അടുത്ത് പറയുന്നത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. അത് തന്നെയാണ് ഈ ജീവന് ആ ചൈതന്യ അനുഭവവേളയിൽ. പരമാർത്ഥത്തിൽ ഈ ജീവന്റെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ചൈതന്യാനുഭവമാണ്. ആ ചൈതന്യ അനുഭവം അവനെങ്ങനെ അനുഭവപ്പെടുന്നു? നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നു. ആ നാമരൂപാത്മകത തന്നെ എങ്ങനെ അനുഭവപ്പെടുന്നു? സത്തായും ചിത്തായും ആനന്ദമായി അനുഭവപ്പെടുന്നു. അവൻ മായാധീനനായിരിക്കുന്നു എന്ന് കരുതുമ്പോൾ അവൻ സച്ചിദാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് ക്ഷീരനീര വിവേകം ചെയ്തതിനെ അറിയാൻ പറ്റുന്നില്ല. ഹംസം എങ്ങനെയാണോ ക്ഷീരനീര വിവേകം ചെയ്യുന്നത് അതുപോലെ അവന് അറിയാൻ പറ്റുന്നില്ല. ആ വിവേകം ചെയ്യുന്നവനാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ബ്രഹ്മവിദ. അവരതിനെ വേർതിരിച്ചറിയുന്നു. പക്ഷെ സർവരും സാക്ഷാത് യഥാർത്ഥത്തിൽ ആത്മാ അനുഭവശാലികളാണ് എന്നാണ് ശ്രുതി പറയുന്നത്. അങ്ങനെ അല്ലാത്ത ആരുമില്ല. പക്ഷെ അവിടെ ഒരു വിവേകത്തിന്റെ പോരായ്മയുണ്ട്, നേരിയൊരു മറ. ആ മറ മാറേണ്ട കാര്യമേ ഉള്ളൂ. അത് തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് വിജ്ഞാനമാനന്ദം, നീ വിജ്ഞാന സ്വരൂപനാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നീ ആനന്ദസ്വരൂപനാണ്, നീ സത്താണ്. അതാണ് അടുത്ത് പറയുന്നത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. നീ സത്യമാണ് എന്നുവെച്ചാൽ സത്താണ്. താൻ സത്താണെന്നുള്ള അനുഭവം സർവ്വതും സ്വതസിദ്ധമാണ്. താൻ അസത്താണ് ശൂന്യമാണെന്ന് ആർക്കും അനുഭവം. തന്റെ ഉണ്മ സദാ തന്നിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മയുടെ അനുഭവം തുടർന്നിരിക്കുന്നു. അതുകൊണ്ട് സത്യാനുഭവം എന്ന് പറയുന്ന ശ്രുതി പറയുമ്പോൾ നിങ്ങൾ കാണാത്ത ഒരു സത്യത്തെ ബോധ്യപ്പെടുത്തുക. സദാ പ്രത്യക്ഷമായിരിക്കുന്ന ആ സത്യം അത് ബ്രഹ്മമാണ് എന്ന് പറയുകയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ, നമ്മൾ തലതിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ആ സത്യം കേവലം ഈ ശരീരത്തെയോ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ആ സത്യം ബ്രഹ്മത്തിന്റെ സത്യമാണ്. ഇത്രയും ശ്രുതിക്ക് മനസ്സിലാക്കി തരാനുള്ളൂ. പുതുതായി ഒന്നിനെ ശ്രുതി വെളിപ്പെടുത്തുന്നില്ല. നിലവിലിരിക്കുന്ന ഒന്നിന്റെ മറയെ മാറ്റുന്നതേ ഉള്ളൂ. ഈ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് ഇനി വന്നു ചേരേണ്ട ഒന്നല്ല, അത് ആഗന്തുകമല്ല. ആഗന്തുകമായ ഒരു അനുഭവമല്ല. ആഗന്തുകമായ ഒന്നാണെങ്കിൽ, വന്നു ചേരുന്നതാണെങ്കിൽ പിന്നീട് അത് മാറിയും പോകും എന്നാര് പറയുന്നു? ശ്രുതി ബോധിപ്പിക്കുന്നു. എന്താണ്? സത്താണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഈ മൂന്നും ഒരിക്കലും അജ്ഞേയമായിരിക്കാൻ കഴിയത്തില്ല. അതാണ് ബ്രഹ്മത്തിന്റെ പ്രത്യേകത. ഈ തുര്യനൊരിക്കലും അജ്ഞേയമായിരിക്കാൻ പറ്റത്തില്ല. പ്രാപഞ്ചികമായ പല കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടെ മുമ്പിൽ അജ്ഞേയമായിരിക്കും.
നമ്മൾ കുറച്ചറിയുമ്പോൾ വളരെ കൂടുതൽ അറിയാതിരിക്കും. എന്തുകൊണ്ടത് പ്രാപഞ്ചികമായ ഭൗതികമായ വിഷയങ്ങളാണ്. ആത്മസ്വരൂപത്തിന് തുര്യനൊരിക്കലും അജ്ഞേയമായിരിക്കാൻ പറ്റില്ല. ജ്ഞാനത്തിനങ്ങനെ അജ്ഞേയമായിരിക്കാൻ പറ്റും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമാണ്. പ്രകാശത്തിനങ്ങനെ ഇരുട്ടായിരിക്കാൻ പറ്റും. പ്രകാശത്തിനൊരിക്കലും ഇരുട്ടായിരിക്കാൻ പറ്റത്തില്ല. അത് പ്രകാശമായിട്ടേ നിലനിൽക്കാൻ പറ്റും. അത് പ്രകാശമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ സർവ്വജീവന്മാരും ആത്മാനുഭവത്തിലാണ് നിലനിൽക്കുന്നത്. ഇനി നിങ്ങൾ കൽപ്പിച്ചുകൂട്ടി ഏതെങ്കിലും സമാധിയിലൂടെ ആത്മാനുഭവത്തെ ഉണ്ടാക്കിയെടുത്തും പറയണ് എനിക്ക് ആത്മാനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ എന്റെ ഗുരുവിന് ആത്മാനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ അത് അബദ്ധമെന്നാണ് ശ്രുതി പറയുന്നത്. ഈ അബദ്ധം മാറാൻ വേണ്ടിയിട്ടാണ് ബോധിപ്പിക്കുന്നത് സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഇത് മൂന്ന് കാര്യങ്ങൾ അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ വരുത്തുന്ന കൽപ്പനകൾ, നമ്മുടെ ഭാവനകൾ, ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച്, ബ്രഹ്മാനന്ദത്തെക്കുറിച്ചൊക്കെയുള്ള ഈ ഭാവനകൾ, ഇതാണ് അവിവേകം. ഈ അവിവേകത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. ഇത്യാദി ശ്രുതിഭ്യ, ഈ ശ്രുതികളെല്ലാം അതാണ് പറയുന്നത്. ഇവിടെ ഈ തുര്യന്റെ ചിത്തസ്പന്ദനം കൊണ്ട് ധാരാളം കൽപ്പനകൾ വന്നിട്ടുണ്ട്. ആ കൽപ്പനകളെ മാറ്റാനാണ് ആവശ്യപ്പെടുന്നത്. പുതുതായി എന്തെങ്കിലും ഒരു ജ്ഞാനത്തെ, ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ ഒരു ആനന്ദത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറയുന്നു. അങ്ങനെ നമുക്ക് പലതിനെയും കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അതൊന്നും പരമാർത്ഥമായിരിക്കത്തില്ല. അതെന്തുകൊണ്ട്? അതൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ്. നമ്മുടെ ഇച്ഛകൾ കൊണ്ട് അത് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ കൽപ്പനകൾ കൊണ്ടത് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മളത് നേടിയതാണ്. സമാധി പര്യന്തമുള്ള കാര്യങ്ങൾ അതല്ല ശ്രുതി ബോധിപ്പിക്കുന്നു. ശ്രുതി ബോധിപ്പിക്കുന്നത് ഏതുപോലെ? ഒരുവൻ ഉണർന്നിരിക്കുന്നു. ഉണർവെന്ന് പറയുന്നത് വളരെ വ്യക്തമായൊരു നിലയാണ്. ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുഷുപ്തിയും സ്വപ്നത്തെ അപേക്ഷിച്ച് നോക്കും. അത് വളരെ വ്യക്തമായ പ്രകടമായൊരു അനുഭവമാണ് ഉണർവെന്ന് പറയുന്നത്. ഈ ഉണർവിൽ നിന്ന് ഒരാൾ സ്വപ്നത്തിലേക്ക് പോകുന്നു. അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല, അങ്ങോട്ട് വഴുതി വീണു പോകുന്നതാണ്. സ്വപ്നത്തിലേക്ക് ആരും കരുതി കൂട്ടി പോകാറില്ല. എങ്ങനെ അങ്ങനെ സംഭവിച്ചു പോകുന്നു? സ്വപ്നത്തിലേക്ക്. സ്വപ്നത്തിനും അവന് ഉണർവുണ്ട്. സ്വപ്നത്തിനും അവൻ ഉണർന്നിരുന്ന് കാണുകയാണ്. അവിടെ നിന്നൊരാളെ ഉണർത്തിയാൽ അയാൾ എവിടേക്കാ പോകുന്നത്? അയാൾ മറ്റൊരു ലോകത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഏതുണർവിൽ നിന്നാണോ അയാൾ സ്വപ്നത്തിലേക്ക് പോയത്, സ്വപ്നമാകുന്ന ഉണർവിലേക്ക് പോയത്, ആ ഉണർവിലേക്ക് തന്നെ അയാൾ തിരിച്ചു വരുന്നു. സൂക്ഷ്മമായി ചിന്തിച്ചാൽ അവിടെ വരവും പോക്കുമില്ല. എന്തുകൊണ്ട്? സ്വപ്നവും ഒരു ഉണർവാണ്, ജാഗ്രത ഉണർവ് തന്നെ, രണ്ടും ഉണർവ് തന്നെ. രണ്ടും ഒരേ ഉണർവാണെങ്കിൽ ഒരു ഉണർവിൽ നിന്ന് വേറൊരു ഉണർവിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതോ? രണ്ടും ഒരേ ഉണർവാണെങ്കിൽ രണ്ടിലേക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ജാഗ്രത ഉണർവിൽ നിന്ന് സ്വപ്നത്തിലേക്കോ, സ്വപ്നത്തിന്റെ ഉണർവിൽ നിന്ന് തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? നമ്മൾ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുന്നു, സ്വപ്നം കാണുന്നു, അവിടെ നിന്ന് ഒരാൾ ഉണർത്തുന്നു, അല്ലെങ്കിൽ സ്വയം ഉണരുന്നു, വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു. അങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ ഇത് വ്യത്യസ്തങ്ങളായ രണ്ട് അനുഭവങ്ങളും എന്ന് തോന്നുന്നെങ്കിലും ഏകമായ ഉണർവാണ്. ഒരേ ഒരു ജാഗ്രതാണ്, ഒരുണർവിലാണ് ഇത് രണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു
ഒന്നിന്റെ രണ്ട് വശങ്ങൾ പോലെ. ഒന്നിന്റെ രണ്ട് വശങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒന്ന് തന്നെ. ഒന്നിന് രണ്ട് വശങ്ങളുള്ളത് കൊണ്ട് ഒന്ന് രണ്ടാകത്തില്ല ഒരിക്കലും. നമുക്ക് പറയാം, ഇതാ ഈ പുസ്തകത്തിന്റെ ഈ താളിന്റെ ഈ വശം മറുവശം, ഈ വശം മറുവശം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഒരു താളിനെ രണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ വശം മറുവശം എന്ന് കരുതിയിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, ഇത് രണ്ടാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നാണ്. ഒരു താളേ ഉള്ളൂ അവിടെ, രണ്ട് താളില്ല. അവരിവിടെ ഒരു ഉണർവേ ഉള്ളൂ. ഈ ഒരു ഉണർവിൽ ആണ് നമ്മൾ തോന്നുന്നത് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അതുപോലെ ഏകമായ ഉണർവ്, ആ ഉണർവ് ഒന്നേ ഉള്ളൂ. അതാണ് അറിവ് ഏകമാണ് എന്ന് പറയുന്നത്. മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞു ആ വിജ്ഞപ്തി ഏകരൂപമാണ് എന്ന് പറഞ്ഞു. ആ ഏകരൂപമായിരുന്ന വിജ്ഞപ്തിയുടെ രണ്ട് പുറങ്ങളാണ് നമ്മൾ സ്വപ്നമെന്നും ജാഗ്രതെന്നും കാണുന്നത്, നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഏകമായി കാണുന്നു. ഒരു താളിനെ താളായി തന്നെ കാണുന്നു. ആ പുറം ഈ പുറം എന്ന് കാണുന്നു. അതാണ് തുര്യൻ. ഇതിന്റെ രണ്ട് പുറമായി കാണുമ്പോൾ ഒന്ന് നമ്മൾ സ്വപ്നമായും മറ്റൊന്ന് നമ്മൾ ജാഗ്രതയായും കാണും. അതിന് ഒരു താളായി കണ്ടു കഴിഞ്ഞാലും അത് തന്നെ തുര്യൻ. അപ്പോൾ എന്താണ്? അത് അന്യനാണോ? അന്യനല്ല. ഒരു താളിന്റെ ഒരു വശത്തു നിന്നും മറുവശം അന്യമല്ലാതിരിക്കുന്നത് പോലെ, ഏകമായിരിക്കുന്നത് പോലെ, ഏകമായിരിക്കുന്ന ഈ തുര്യപ്രകാശത്തിന്റെ രണ്ട് പുറങ്ങളാണ് ജാഗ്രത, സ്വപ്നം. ആ തുര്യനിൽ നിന്ന് ഈ രണ്ട് പുറങ്ങളെ നമുക്ക് മാറ്റാനൊക്കത്തില്ല. ഒരു താളിൽ നിന്ന് അതിന്റെ രണ്ട് വശങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. എത്ര സമർത്ഥനായ ശില്പി വിചാരിച്ചാലും ശരി, ആ രണ്ട് പുറങ്ങളെ നമുക്ക് ആ താളിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ ഏകനായിരിക്കുന്ന ഈ തുര്യനിൽ നിന്ന് അനന്യമായിരിക്കുന്നു ഈ ഉണർവുകളെല്ലാം, ജാഗ്രതയും സ്വപ്നവുമെല്ലാം. എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി വന്നു ചേരേണ്ടതായിട്ടുള്ള ഒരു പുതിയൊരു ഉണർവില്ല. മറിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ഭേദബോധത്തെ നീക്കിയാൽ മതി. നമ്മൾ കരുതുന്ന എന്താണ്? ഇതിന്റെ ഒരു പുറം മറ്റേ പുറം, ഇത് രണ്ടും വേറെയാണെന്ന് കരുതുന്നു. അങ്ങനെ തോന്നിപ്പോകുന്നു. വാസ്തവത്തിൽ അത് ഏകമാണെങ്കിലും അതുപോലെ ഏകമായിരിക്കുന്ന ഉണർവിൽ, വിജ്ഞപ്തിയിൽ ജാഗ്രത വേറെ, സ്വപ്നം വേറെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകുന്നു. ഇതിനാണ് അവിവേകം എന്ന് പറയുന്നത്. ഈ അവിവേകം മാറുക, അതാണ് തുര്യ പ്രകാശം, തുര്യ അധിഗമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ പുതുതായൊന്നും വരുന്നില്ല. എന്തുകൊണ്ട് പുതുതായൊന്നും വരുന്നില്ല? കാരണം അവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റാനായിട്ടില്ല. ഇത് ഏകമാണെന്ന് അറിയുന്നതിന് അവിടെ വാസ്തവത്തിൽ മാറ്റാനായിട്ടൊന്നുമില്ല. മാറ്റാനായി സത്യമായൊന്നുമില്ല. പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരാശയക്കുഴപ്പം, അതിന് പൊതുവെ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് വിഭ്രമം എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ അവിടെ നിന്ന് മാറ്റിക്കളയാനൊന്നുമില്ല. എന്നാൽ നമ്മൾ സ്വപ്നത്തിൽ ഇരിക്കുന്നവനെ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനെ ഒരാൾ വിളിച്ചുണർത്തി ജാഗ്രതത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? അയാൾ ആ ഉണർവിൽ തന്നെ തുടരുന്നു. ദൃശ്യം മാറി വരുന്നു. സ്വപ്ന ദൃശ്യമല്ല, ജാഗ്രത ദൃശ്യത്തിലേക്ക് വന്നു. ഉണർവിന് മാറ്റമൊന്നുമില്ല. ആ ഏകമായ ഉണർവിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ഒരു വ്യത്യാസം, ആ സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം അത് സംഭവിക്കുന്നു. സ്വപ്നത്തിൽ നിന്ന് ഒരാൾക്ക് നമ്മളെ ജാഗ്രതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശ്രുതിക്ക് നമ്മളെ ഈ വിഭ്രമത്തിൽ നിന്ന് ഉണർത്താൻ കഴിയും. ഗുരുപദേശത്തിന് അതിന് കഴിവുണ്ട്. അത് ഉണർന്നു കഴിഞ്ഞാൽ തിരിച്ച്
നമ്മൾ ഈ ജാഗ്രതയിൽ നിന്ന് ആർക്കും നമ്മൾ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനാർക്കും കെൽപ്പില്ല. അതങ്ങനെ സംഭവിക്കാം. ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ആരും അങ്ങോട്ട് കൊണ്ടുപോയതല്ല. മറിച്ച് അജ്ഞാന നിദ്രയിൽ നിന്ന് നമുക്ക് ഉണർത്തിയാൽ പിന്നെ ആ ഉണർവിൽ പിന്നെ മറ സംഭവിക്കുന്നില്ല. ഏതുപോലെ ജാഗ്രതയിൽ നിന്ന് നമ്മളെ ആർക്കും സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്. ഇവിടെ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് വഴുതി വീഴുന്നു. എന്തുകൊണ്ട്? നമ്മൾ ആ അജ്ഞാന നിദ്രയിൽ നിന്നും പൂർണ്ണമായി ഉണരാക്കുന്നു. ഇവിടെ ഭാഗികമായ ഉണർവേ സംഭവിക്കുന്നു. ഈ തുര്യാധിഗമം എന്നിവിടെ പറയുന്നിടത്ത് അവിടെ പൂർണ്ണമായ ഉണർവാണ്. പിന്നീട് അതിന് മാറ്റം വരുന്നില്ല. അതിന് പ്രമാണമായിട്ടാണ് ഈ ശ്രുതികൾ ഇവിടെ കാണിക്കുന്നത്. ശ്രുതിയെ രണ്ടു തരത്തിൽ പ്രമാണമായി പറയും. ഒന്ന് ഈ ആത്മസത്തയുടെ അസ്തിത്വത്തിന് പ്രമാണമായിട്ട് ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളതിന് പ്രമാണമായി പറയും. അതേ ശ്രുതിയെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ആത്മാനുഭവത്തിന് പ്രമാണമായിട്ട് പറയും. ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു അനുഭവമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അനുഭവത്തിന്റെ പരമാവധി എങ്ങനെയായിരിക്കും അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതേ ശ്രുതിയെ തന്നെ ഉപയോഗിക്കും. അതാണ് അസ്ഥിഭാതി എന്ന് രണ്ടായി പറയുന്നത്. അസ്ഥി എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനപ്പുറമുള്ള ആത്മാവിന്റെ അസ്തിത്വത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ശ്രുതി. ഭാതി എന്ന് പറയുമ്പോൾ അതിനെ സ്വാനുഭവമാക്കുകയാണ്, സ്വാനുഭവപ്പെടുത്തുകയാണ്. അതിന്റെ ഫലമോ പറയുന്നു ആനന്ദം. അസ്ഥിഭാതി പ്രിയം എന്ന് ശ്രുതി പറയുന്നതാണ്. അവിടെ ആനന്ദം എന്ന് പറയുമ്പോഴും ഇവിടെ പറയുന്നു വിജ്ഞാനം ആനന്ദം. പിന്നെ പറയുന്നത് എന്താണ്? സത്യജ്ഞാനം അനന്തം. ആനന്ദം എന്ന് പറഞ്ഞത് നമുക്ക് അനുഭവമുള്ളത് തന്നെയാണ്. ജ്ഞാനവും നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഉണ്മ, അതിലാണ് നമ്മുടെ നിലനിൽപ്പ്. പക്ഷെ എന്നാലും ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? സ്വപ്നത്തിനും നമ്മളുടെ അനുഭവത്തിലായിരുന്നു. പക്ഷെ ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അവിടുത്തെ ആ അനുഭവത്തിന് തന്നെ ഒരു വ്യത്യാസം. അതുപോലെ ഈ വിജ്ഞാനത്തിനും ആനന്ദത്തിനും അസ്തിത്വത്തിനുമെല്ലാം ഈ മറ മാറുമ്പോൾ ഒരു വ്യത്യസ്തത വരും. അത് മറയോട് കൂടിയിരിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല. ആ വ്യത്യസ്തത ഉള്ളവരെയാണ് നമ്മൾ മഹത്തുക്കൾ, ജ്ഞാനികൾ എന്നെല്ലാം പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ആനന്ദമാണ്, അനന്തമാണ്. ഇതിന്റെ എല്ലാം അനന്തത. അതിന് നമുക്ക് പറയാം എന്താണ്? ജ്ഞാനത്തിന്റെ, ആനന്ദത്തിന്റെ, അസ്തിത്വത്തിന്റെ അനന്തതയുടെ സാക്ഷാത്കാരം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ മായാമറ കൊണ്ട് പരിച്ഛിന്നമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാനുഭവം തന്നെയാണ്. പക്ഷേ അതിന്റെ അനന്തത നമുക്ക് പിടികിട്ടുന്നില്ല. നമ്മുടെ കർണങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതിലൂടെ നമ്മളിതിനെ അറിയുമ്പോൾ ഇതിന്റെ പരിച്ഛിന്നമായ ഒരു ബോധമേ ഉള്ളിൽ സ്ഫുരിക്കുന്നുണ്ട്. ആ അനുഭവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് അനന്തമാണ്. അടുത്ത് പറയുന്നതാണ്, ഭാഷ്യകാരൻ തന്നെ പറയുന്നത് രസഘനമാണ്. രസം നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സദാ ക്ഷണം പതി രസം എന്ന് പറഞ്ഞാൽ ആനന്ദം. പക്ഷെ രസഘനം അത് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇടതടവില്ലാത്ത, അവിരളമായ എന്ന് പറയും,
ആ ഒരു അനുഭവം, അതാണ് രസഘനം എന്ന് പറയുന്നത്. അത് ഊഹാതീതമാണ്. ശ്രുതി തന്നെ പറയും ഭൂമ, അതിന് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ശ്രുതി പോലും താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് പറയുന്നത് താരതമ്യത്തിലൂടെ അറിയുന്ന ഒന്നല്ല. അത് ആനന്ദം എങ്ങനെയായിരിക്കും? ബാലന്റെ ആനന്ദം, യുവാവിന്റെ ആനന്ദം, രാജാവിന്റെ ആനന്ദം, ദേവന്മാരുടെ ആനന്ദം, ഇങ്ങനെ ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചുകൾ പറഞ്ഞ് ചെന്നു ചേരുന്ന ഒരു വലിയ ആനന്ദം, അങ്ങനെ അതിനെ കാണാൻ പറ്റത്തില്ല. അതതിനുപരിയാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സങ്കല്പിക്കുന്ന പോലെ എന്താണ്, നമ്മുടെ നാഡീ നരമ്പുകളെയൊക്കെ ത്രസിപ്പിക്കുന്ന ഒരു ആനന്ദം, അങ്ങനെയൊന്നുള്ള ആനന്ദമല്ല. അതെല്ലാം ഭൗതികവും ക്ഷണികവുമാണ്. ഇത് നിരുപാധികമാണ്. അതിനെക്കുറിച്ച്, അതിന്റെ അനുഭവത്തെക്കുറിച്ച് ശ്രുതിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? അത് അനന്തമാണ്. അനന്തം എന്ന് പറയുമ്പോൾ അതിന് സീമകളില്ല, അതിരുകളില്ല. ഇത്യാദി ശ്രുതിഭ്യ, ഇങ്ങനെ പറയാനാണെങ്കിൽ നിരവധി ശ്രുതികളുണ്ട്. കാരണം ഇവിടെ പറയുന്നു അജേന അജം വിബുദ്ധ്യതേ, അജൻ അജനെ അറിയുന്നു. ആ വിബോധം എന്താണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തസ്യൈവ വിശേഷണം ബ്രഹ്മജ്ഞേയം യസ്യ സ്വസ്യ തദിദം ബ്രഹ്മജ്ഞേയം ഔഷ്ണ്യസീവ അഗ്നിവത് അഭിന്നം. ബ്രഹ്മ അനുഭവം എന്ന് പറയുന്നതിൽ യാതൊരു അനുചിത്യവുമില്ല. ബ്രഹ്മാനുഭവം സംഭവിക്കും. നമുക്ക് സുഷുപ്തിയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഉണർവിലേക്ക് വരാമെങ്കിൽ അതിനുള്ളൊരു സംഭാവ്യത എപ്പോഴും ഈ ജീവനിൽ നിലനിൽക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഉണർവിൽ നിന്ന് ഉണരുന്നതിനുള്ള ഒരു സംഭാവ്യത ഈ ജീവനിലുണ്ട്. കാരണം എന്തുകൊണ്ട്? ഈ ഉണർവിന് ഒരുപാട് അപൂർണതകളുണ്ട്. ഈ അപൂർണതകളെ വിട്ട ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു ഉണർവ് അത് സംഭവിക്കാം. പക്ഷെ അതിനെക്കുറിച്ചുള്ള കൽപ്പനകൾ നമുക്ക് തടസ്സമായി നിന്നാൽ അത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ശ്രുതി തന്നെ പറയുന്നതാണിത് സർവകൽപ്പനാ നിരാസമാണ്. ശ്രുതി ഈ കൽപ്പനകളെല്ലാം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ പുതിയ കൽപ്പനകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാ കൽപ്പനകളെയും നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിരാകരിച്ചിട്ട് അതിനെങ്ങനെ വെളിപ്പെടുത്തുന്നത്? ആ ജ്ഞേയമായിരിക്കുന്ന ബ്രഹ്മവസ്തു, ഇവിടെ പറയുന്ന സത്യവും ജ്ഞാനവും ആനന്ദവുമായിരിക്കുന്ന അത് എന്താണ്? ജ്ഞേയം യസ്യ സ്വസ്യ, അതിനെ അനുഭവിക്കുന്നവന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അവന്റെ അനുഭവവും അവന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല എന്നാണ്. അവൻ എന്തിനെയാണോ അനുഭവിക്കുന്നത് അതവന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അവൻ ഉണ്ടാകേണ്ട അനുഭവം, ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന അനുഭവം, അതും അതിന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. എന്ന് പറഞ്ഞാൽ ഈ അവിവേകം മാറുമ്പോൾ ശേഷിക്കുന്നത്, പക്ഷെ അത് ഇന്നുള്ള ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളിൽ നിന്നും വിലക്ഷണമാണ്. ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളിൽ ഇല്ലാത്ത അനന്തത, അതാണ് അതിന്റെ സവിശേഷത. അതാണ് വിജ്ഞാനം, ആനന്ദം, സത്യം, ജ്ഞാനം, അനന്തം എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ട് പറയുന്നു. യസ്യ സ്വസ്യ തദിദം ബ്രഹ്മജ്ഞേയം. ബ്രഹ്മ അനുഭവം എന്ന് പറഞ്ഞ് അതില് യുക്തിഭംഗമൊന്നുമില്ല. സ്വസ്യ, സ്വസ്ഥമല്ല സ്വസ്യ, സ്വസ്യ എന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ എന്നർത്ഥം. സ്വസ്ഥം എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.
തന്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന ജ്ഞാനത്തിന്റെ തദിദം ബ്രഹ്മ ജ്ഞേയം ഔഷ്ണ്യസൈവ അഗ്നിവത് അഭിന്നം. ആ ജ്ഞാനത്തിന് ജ്ഞേയമായിരിക്കുന്ന ഈ ബ്രഹ്മം അഭിന്നമായിരിക്കുന്നു, രണ്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഏതുപോലെ അഗ്നി ഔഷ്ണ്യവത്, അഗ്നിയും അതിന്റെ ചൂടും പോലെ. അഗ്നിയുടെ സ്വരൂപം തന്നെ ചൂട് എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. പക്ഷെ അഗ്നിയെ നമ്മൾ കാണുമ്പോൾ നമുക്കത് പലതായും തോന്നുന്നു. എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു? ഒന്ന് അഗ്നി പ്രകാശമായിട്ട് അനുഭവപ്പെടുന്നു, ദൂരെ നിൽക്കുമ്പോൾ അത് പ്രകാശമായി അനുഭവപ്പെടുന്നു, അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അത് ഉഷ്ണമായി അനുഭവപ്പെടുന്നു. കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് രൂപത്തോടുകൂടി അനുഭവപ്പെടുന്നു, നിറത്തോടുകൂടി അനുഭവപ്പെടുന്നു. സ്പർശിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ലാതെ കേവലം ഉഷ്ണമായി തന്നെ അനുഭവപ്പെടുന്നു. ഭിന്നങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ ഒരേ വസ്തുവിനെ തന്നെ, വാസ്തവത്തിൽ അതിന് ഏകമായ ഒരു സ്വരൂപമേ ഉള്ളൂ. അവിടെ പ്രകാശമെന്നും ഉഷ്ണമെന്നും പറയുന്ന രണ്ടില്ല, ഒന്നാണ്. നമ്മൾ അഗ്നി, അതിന്റെ പ്രകാശം, അതിന്റെ ഉഷ്ണം, ഇതൊന്നും നമ്മൾ വേറെ വേറെ കാണുന്നില്ല, ഒന്ന് തന്നെ. പക്ഷെ നമ്മളെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ഭിന്ന ഭിന്നങ്ങളായി അനുഭവപ്പെടുത്തുന്നു. പ്രകാശമായിട്ട്, രൂപമായിട്ട്, ശബ്ദം അതിന് നാമത്തെ കൊടുക്കുന്നു, ഒന്നിനെ തന്നെ പലതായി അനുഭവപ്പെടുത്തുന്നു. പക്ഷെ അത് അഭിന്നമായിരിക്കുന്നു. അഭിന്നമായിരിക്കുന്ന ഏകമായിരിക്കുന്ന ഒന്നിനെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ പലതായി അനുഭവപ്പെടുത്തും. ഇതെല്ലാം മനസ്സ് ചെയ്യുന്നതാണ്. ഇന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ നിരപരാധികളാണ്. മനസ്സാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഉഷ്ണമായും പ്രകാശമായും ആകൃതിയായിട്ടും ശബ്ദമായിട്ടും എല്ലാം മനസ്സാണിത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുര്യനി അത് തന്നെ ചെയ്യുന്നു. മനസ്സ് പലതായി കാണിക്കുന്നു. അഗ്നി ഉഷ്ണവത്. വിവേകികൾക്കോ അത് അഭിന്നമായി അനുഭവപ്പെടുന്നു. ഇതൊന്നു തന്നെയെന്ന് അഗ്നിയെ സംബന്ധിച്ച് എങ്ങനെയാണോ ഒരുവൻ ധരിക്കുന്നത്, അതുപോലെ തന്റെ സ്വരൂപം ആ സ്വരൂപ അനുഭവത്തിൽ നിന്ന് അന്യമല്ല എന്നറിയുന്നു. അത് തന്നെ എന്നറിയുന്നു. അതാണ് ബ്രഹ്മജ്ഞേയം യേസ്യ സ്വസ്യ തദിദം ബ്രഹ്മജ്ഞേയം. അതുകൊണ്ട് ആത്മാനുഭവത്തിൽ രണ്ടില്ല, അതാണ് പറഞ്ഞു വരുന്നത്. വിഷയാനുഭവങ്ങളിൽ രണ്ടുണ്ട്. രണ്ടില്ലാതെ വിഷയത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. അറിയുന്നവനും അറിയപ്പെടുന്നതുമുണ്ട്. പക്ഷെ ആത്മാനുഭവത്തിൽ അവിടെ രണ്ടില്ല. രണ്ടില്ലാതെ അനുഭവം ഉണ്ടാകാമോ? ഉണ്ടാകാം. അതാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം ഇത് സ്വയം പ്രകാശമാണ്. അതിന്റെ പ്രകാശത്തിന് അവിടെ രണ്ടിന്റെ ആവശ്യമില്ല. അത് സദാ പ്രകാശിക്കുന്നതാണ്. സദാ അനുഭവശാലികളാണ് സർവരും. ചിലർക്ക് വളരെ തുച്ഛമായ ഈ ഒരു മറ മാറിക്കിട്ടുന്നു. ഒട്ട് മിക്ക പേർക്കും അത് മാറുന്നില്ല. ഇതേ ഉള്ള വ്യത്യാസം. തേന ആത്മസ്വരൂപേണ അജേന ജ്ഞാനേന അജം ജ്ഞേയം ആത്മതത്വം സ്വയമേവ വിബുദ്ധ്യത അവഗച്ഛതി. അതുകൊണ്ട് ആത്മസ്വരൂപനായിരിക്കുന്ന, അവിടെ അജനായിരിക്കുന്നു, ജനിക്കാത്തവനാണ്, വികാരമില്ലാത്തതായിരിക്കുന്നു. ഇവിടെ അത് എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? ഇവിടെ ഈ അജ്ഞാനവേളയിൽ നമ്മൾ വിഷയങ്ങളെ വികാരപ്പെട്ടറിയുന്നു. തുര്യൻ സ്പന്ദിക്കുന്നു മനസ്സിന്റെ രൂപത്തിൽ. ആ മനസ്പന്ദനങ്ങൾ ആണ് വികാരങ്ങൾ. ആ വികാരങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്നു. അവൻ തന്നെ സൃഷ്ടിച്ച, മുമ്പ് പറഞ്ഞല്ലോ, ജീവൻ കൽപ്പയതേ പൂർവം. ജീവനെ കൽപ്പിച്ച്, ജീവന്റെ വിഷയങ്ങളെ കൽപ്പിച്ച്, എന്നിട്ട് ആ ജീവനെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. ഇതെല്ലാം തുര്യന്റെ പണിയാണ്. ഇതെല്ലാം കേവലം തുര്യന്റെ മനസ്പന്ദനമാണെന്ന് മുമ്പ് പറഞ്ഞു. പക്ഷേ തുര്യന്റെ സാക്ഷാത്കാരത്തിലാണെങ്കിലോ അവിടെ അവന്റെ ഈ കൽപ്പനകളെല്ലാം അവിടെ അവസാനിപ്പിക്കുന്നു. തുര്യൻ സ്വയം തന്നെ അവസാനിപ്പിക്കുന്നു ഈ കൽപ്പനകളെല്ലാം.
സ്വയം തന്നെ തന്റെ മറയെ മാറ്റുന്നു. ഒരാൾ സ്വയം മുഖം മൂടി അണിഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് പോലെ ഈ ചിത്തസ്പന്ദനമാകുന്ന മായാമറയെ അവൻ മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ എന്തുവരുന്നു? ആത്മസ്വരൂപേണ അജേന, തന്റെ പരമാർത്ഥ സ്വരൂപം അജമാണ്. മായയാലാണ് വികാരങ്ങൾ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാം. നിർഗുണനായിരിക്കുന്ന ഇവന് എങ്ങനെ അനുഭവം ഉണ്ടാകും? നിർഗുണമായിരിക്കുന്ന ഇവൻ എങ്ങനെയാണോ വികാരപ്പെട്ടത്, എങ്ങനെ അവൻ വികാരപ്പെട്ടു? മായ. അങ്ങനെ വികാരപ്പെട്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിർഗുണനായിരിക്കുന്ന ഇവന് സ്വാനുഭവം ഉണ്ടാകാം. അത് മായയെ കൂടാതെ എങ്ങനെ കഴിയും? മായയെ കൂടാതെ കഴിയും. അവൻ സ്വയം പ്രകാശിക്കുന്നുണ്ട്. അതാണ് അജനെന്ന് പറഞ്ഞിരിക്കുന്നത്. അജേന ജ്ഞാനേന അജം ജ്ഞേയം. അവിടെ അജനായിരിക്കുന്നതും ആ ജ്ഞാനമാണ്, അജനായിരിക്കുന്നതും തന്നെയാണ് ആ ജ്ഞേയം. രണ്ടും ഒന്ന് തന്നെ. അത് സ്വയം പ്രകാശിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സവിശേഷതയാണ്. അവിടെ അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതുമായി മൂന്നായി പിരിയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മൂന്നായി പിരിയലില്ലാതെയുള്ള അറിവ്, അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ആത്മതത്വം സ്വയമേവ, അതാ സ്വയം പ്രകാശമായിരിക്കുന്ന ഈ ചൈതന്യത്തിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. വിബുദ്ധ്യതയെ അവഗച്ഛതി. നിത്യപ്രകാശ സ്വരൂപ ഇവ സവിത. അതൊരു ജഡദൃഷ്ടാന്തത്തെ എടുത്ത് പറയുകയാണ്. നിത്യപ്രകാശ സ്വരൂപനായിരിക്കുന്ന ആ സവിതാവ്, ആ സവിതാവിന്റെ പ്രകാശത്തിന് ജീവൻ മറ്റൊരു ജഡപ്രകാശത്തെ ആശ്രയിക്കുന്നില്ല. ബാഹ്യമായി പോലും ഒരു പ്രകാശത്തിന്റെ സാക്ഷാത്കാരത്തിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ഈ ജീവന് തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ചൈതന്യത്തിന്റെ സാക്ഷാത്കാരത്തിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. മായയുടെ ആവശ്യമില്ല, ഈ കർണങ്ങളുടെ ആവശ്യമില്ല, മനസ്സിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അസ്വയം പ്രകാശിക്കുന്നു. നിത്യവിജ്ഞാനേക രസഘനത്വ. അത് സത്താണ്, ജ്ഞാനമാണ്, ഏകരസഘനമാണ്, ആനന്ദഘനമാണ്. ആനന്ദഘനം എന്ന് പറഞ്ഞാൽ ആനന്ദം മാത്രമാണ് എന്നർത്ഥം. അതങ്ങനെ പറയുന്നത് ആനന്ദം എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, മനസ്സിലാകാത്ത കാര്യങ്ങളല്ല. പക്ഷെ ആനന്ദഘനം അത് നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇരുട്ടും നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളെപ്പോഴും പ്രകാശത്തെ അറിയുന്നത് ഇരുട്ടുമായി താരതമ്യപ്പെടുത്തിയാണ്. ഇരുട്ടിന്റെ അനുഭവത്തെ കൂടി മുൻനിർത്തിയാണ് നമ്മൾ പ്രകാശത്തെ അറിയുന്നത്. പ്രകാശത്തിന്റെ അനുഭവത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇരുട്ടിനെ അറിയുന്നത്. അത് ആപേക്ഷികമായ അറിവാണ്. അതിന് നമുക്ക് ഘനം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സുഖത്തെ ആനന്ദത്തെ അറിയുന്നത് ദുഃഖത്തെ മുൻനിർത്തി, ദുഃഖത്തെ അറിയുന്നത് ആനന്ദത്തെ മുൻനിർത്തി ആപേക്ഷികമായി അറിയുന്നു. ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ അറിയാനും പറ്റത്തില്ല. ഇത് അത്ര ആപേക്ഷികമായ ഒരു അറിവല്ല. ഇത് എന്താണ്? രസഘനമാണ്. ജ്ഞാനാനന്തരം അപേക്ഷതേ. ഇവിടെ നമ്മുടെ എല്ലാ അനുഭവങ്ങൾക്കും നമ്മൾ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. ആ നമ്മുടെ അനുഭവ വിഷയങ്ങളിൽ നിന്നും ഭിന്നമായ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. ആത്മാനുഭവത്തിൽ അങ്ങനെയല്ല. ഇത് മാറി പ്രകാശിക്കുന്നു. ഇതിന്റെ കറകളെല്ലാം മാറി ഇത് പ്രകാശിക്കുമ്പോൾ അവിടെ മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. നിരപേക്ഷമായ അനുഭവമാണ് എന്നർത്ഥം.
അത് വ്യാഖ്യാനത്തിലൂടെ ആർക്കും ആരെയും ബോധിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ വ്യാഖ്യാനത്തിലൂടെ അതിനെ സംബന്ധിച്ചുള്ള വളരെ സംശയങ്ങളെ ദൂരീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ തന്നെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അകൽപകം അജം ജ്ഞാനം ജ്ഞേയാഭിന്നം പ്രചക്ഷതേ ബ്രഹ്മജ്ഞേയമജം നിത്യം അജേനാജം വിബുധ്യതേ. നിഗൃഹീതസ്യ മനസോ നിർവികൽപസ്യ ധീമത പ്രചാരസതു വിജ്ഞേയ ശ്രുതേന്യോന തത്സമാ. ആത്മസത്യാനുബോധേന സങ്കല്പം അകുർവത് ബാഹ്യവിഷയാഭാവേ നിരന്ധന അഗ്നിവത് പ്രശാന്തം നിഗൃഹീതം നിരുദ്ധം മനോഭവതീത്യുക്തം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും ഇവിടെ ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ പറഞ്ഞു ആത്മസത്യാനുബോധം, ആത്മസത്യ സാക്ഷാത്കാരം എന്നവിടെ വ്യാഖ്യാനിച്ചു. അവിടെ സങ്കല്പം അകുർവത്, അവിടെ ഈ ജഡസങ്കല്പങ്ങളില്ലാതെ ബാഹ്യവിഷയ അഭാവേ, അവിടുത്തെ ബാഹ്യവിഷയ അഭാവം എന്താണെന്നും കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. എന്താണ് അതിന്റെ താല്പര്യം, പരമമായ താല്പര്യം എന്താണെന്നും പറയുന്നു. നിരിന്ധന അഗ്നിവത് പ്രശാന്തം, അത് നമ്മൾ വിശദീകരിച്ചതാണ്. ഇന്ധനരഹിതമായ അഗ്നിയെപ്പോലെ അത് പ്രശാന്തമാകുന്നു. അജ്ഞാന ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ ഈ വികല്പങ്ങളെല്ലാം ഒടുങ്ങുന്നു, പ്രകാശമൊട്ട് ഒടുങ്ങുന്നുമില്ല. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതാണ് നിഗൃഹീതം നിരുദ്ധം മനം. അവിടെയാണ് മനസ്സിന്റെ നിഗ്രഹം, മനസ്സിന്റെ നിരോധാവസ്ഥ എന്ന് പറഞ്ഞു. ഭവതി ഇത്യുക്തം, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ടിവിടെ വിശദീകരിക്കുന്നില്ല. ഏവം ച മനസ്സോ ഹ്യാമിനീ ഭാവി ദ്വൈതാഭാവസ്ഥ യുക്തഃ. ഈ വിശദീകരണത്തിലൂടെ അവൾ പറഞ്ഞു, ഈ ദ്വൈതം പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്. ഈ അനുഭവം, ഈ അവിടെ പറഞ്ഞ എന്താണ്, ഗ്രാഹ്യഗ്രാഹക ഭാവം, ഇത് കേവലം മനസ്സ്പന്ദനം മാത്രമാണ്, തുര്യന്റെ മനസ്സ്പന്ദനം മാത്രമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മനസ്സിന്റെ വ്യാവഹാരികമായ നിലയെന്നാണ് നമ്മളവിടെ പറഞ്ഞത്. അതാണ് ഈ മനസ്സ്പന്ദനം. അതിന്റെ അമനീഭാവം എന്ന് പറയുമ്പോഴോ അതിന്റെ പാരമാർത്ഥികമായ നില, സത്യാനുഭവത്തിന്റെ നില. അവിടെ പറഞ്ഞു എന്താണ്, അവിടെ മനസ്സുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഉത്തരവില്ല. ചോദ്യോത്തരങ്ങൾക്ക് അതീതമാണ് മനസ്സിന്റെ അമിനീഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിച്ചു പോകുന്ന എന്താണ്, മനസ്സില്ലാതെയാവുക, മനസ്സ് വിലയിച്ചു പോവുക, മനസ്സിനെ നിരോധിച്ച് മനസ്സിന്റെ തന്നെ ഒരു പ്രത്യേക അവസ്ഥയെ കൊണ്ടുവയ്ക്കുക. അതൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അമനീഭാവം അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു, ദ്വൈത അഭാവസ്ഥ. അവിടെ ദ്വൈത അഭാവമാണ്, അദ്വൈതമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്, അദ്വൈത സാക്ഷാത്കാരം. വാസുദേവ സർവമിതി എന്ന് പറയുമ്പോൾ ഇവിടെ അദ്വൈതം. അത് വിദ്വത് അനുഭവമാണെന്നും പറഞ്ഞു ഭാഷ്യക്കാരൻ. മഹത്തുക്കളുടെ അനുഭവമാണത്, തന്റെ അനുഭവമാണെന്നും പറഞ്ഞില്ല. അത് മഹത്തുക്കളുടെ അനുഭവമാണ്. അതാണ് ദ്വൈതാഭാവം എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. തസ്യവം നിഗൃഹീതസ്യ നിരുദ്ധസ്യ മനസ്സോ നിർവികൽപസ്യ സർവകൽപ്പനാവർജിതസ്യ ധീമതഃ വിവേകവതഃ പ്രചരണം പ്രചാരോ യാ സാതു പ്രചാരോ വിശേഷേണ ജ്ഞേയോ യോഗിഭിഃ.
തസ്യൈവ നിഗ്രഹീതസ്യ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, മുൻകാരികകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നാണ് പറയുന്നത്. തസ്യൈവ നിഗ്രഹീതസ്യ. ആ മനോനിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഭാഷ്യകാരൻ തന്നെ എടുത്തു പറയും. എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് യോഗികളുടെ സമാധിയിലൊന്നും പോകരുതെന്ന് പറയും. ഞാനത് മുമ്പേ കൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും, തുടക്കം മുതൽ. അക്കാര്യം ഭാഷ്യകാരൻ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. സമാധി എന്നുള്ളത് ശബ്ദം 100 തവണ ആവർത്തിക്കും. പക്ഷേ അങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് സമാധി ആർക്കും എതിരുള്ള കാര്യമില്ല. സമാധി, സമാധാനം, അത് തന്നെ സമാധി എന്ന് പറയുന്നു. സമാധിന്ന് സമാധാനം എന്നും പറയുമ്പോൾ രണ്ടർത്ഥവും ധരിക്കരുത്. ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് സമാധി, സമാധാനം എന്നുള്ള രണ്ട് ശബ്ദം ശ്രദ്ധിക്കുന്നു. പ്രത്യയങ്ങളുടെ വ്യത്യാസം കൊണ്ട് അർത്ഥവ്യത്യാസം വരുന്നു. ആ സമാധാനം അതാണ് ഇവിടെ നിഗ്രഹീതസ്യ നിരുദ്ധസ്യ മനസ്സ. നിഗ്രഹീതമായ, നിരുദ്ധമായ, നിഗ്രഹിക്കപ്പെട്ട നിരുദ്ധമായ മനസ്സ് എന്താണ്? ഈ വ്യാവഹാരികമായ നിലവിട്ട് മനസ്സ് പാരമാർത്ഥികമായ നിലയെ പ്രാപിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ നിരോധം, അതിന്റെ നിഗ്രഹണം, അതിന്റെ സമാധാനം. അതിനെയാണ് ഇവിടെ പറയുന്നത് നിർവികൽപ്പസ്യ. അതാണ് നിർവികൽപ്പം എന്ന് പറയുന്നത്. വികല്പരഹിതം. വികല്പങ്ങൾ എന്താണ്? ഈ വിക്ഷേപങ്ങൾ, ദ്വൈത വിക്ഷേപങ്ങൾ. അദ്വയമായ ആത്മാവിലുള്ള ദ്വൈത വിക്ഷേപം, അദ്വയമായ ആത്മാനുഭവം ഇല്ലാതിരിക്കുക. ആ ദ്വൈത വികല്പങ്ങളില്ലാതായ നിർവികല്പമായി. അതെങ്ങനെ? സർവകൽപ്പനാവർജിതസ്യ. അങ്ങനെയുള്ള മനസ്സ് അവിടെ സർവകൽപ്പനാരഹിതമാണ്. സർവകൽപ്പനാരഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൽപ്പനകളൊന്നും അവിടെയില്ല. ദ്വൈത കൽപ്പനകൾ. അദ്വൈതമാണ് പരമാർത്ഥം എന്ന് ശ്രവിച്ചാലും ദ്വൈത കൽപ്പനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് സർവകൽപ്പനകളെന്ന് പറയുന്നത്. ആ സർവകൽപ്പനാരഹിതമായിരിക്കുന്ന അത് കേവലം മനസ്സിന്റെ വൃത്തിരാഹിത്യം എന്ന് പറഞ്ഞാലും പോരാ. എന്തുകൊണ്ട്? ധീമത വിവേകവത. കാരണം അവിടെ വിവേകവൃത്തിയുണ്ട്. ഇന്ന് ഉള്ള ഈ മനസ്സിലില്ലാത്ത ഒരു വിശേഷത അവിടെയുണ്ട്. അതാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകത്തിന് തന്നെയാണ് പറയുന്നത് ആത്മബോധം എന്ന് പറയുന്നത്. ധീമത, അതാണ് പറഞ്ഞത് വിവേകം. ധീ എന്ന് വെച്ചാൽ വിവേകം. അതൊക്കെ മനസ്സിനെ വിശേഷിപ്പിക്കുകയാണ്. അത് നിഗ്രഹീതമാണ്, നിർവികൽപ്പമാണ്, ധീമത്താണ്, വിവേകമുള്ളതാണ്. വിവേകപ്രകാശം അവിടെയുണ്ട്. അതുകൊണ്ട് ശൂന്യമല്ല, അതിൽ സംശയരൂപത്തിലുള്ള വികല്പങ്ങളില്ല, അജ്ഞാനമില്ല, ഭ്രാന്തിയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണത് വിവേകവത്തായി. അവിടുത്തെ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ആ മനസ്സിൽ തന്നെ ഈ വ്യാവഹാരികമായ മനസ്സും പാരമാർത്ഥികമായ മനസ്സും തമ്മിലുള്ള വിവേകമുണ്ട് അവിടെ. അത് മനസ്സിന് തന്നെയാണ്. ഇന്നതാണ് വ്യാവഹാരികം എന്ന് വെച്ചാൽ ഈ നാനാദ്വൈതങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഇന്നതാണ്, മനസ്സിന്റെ ഇന്ന നിലയാണെന്ന് ഒരു ബോധം അവിടെയുണ്ട്. മറിച്ച് അതിന്റെ പാരമാർത്ഥികമായ നില വാസുദേവ സർവം ഇതി എന്നുള്ള ആ നില, ആ ബോധമുണ്ട്. ആ വിവേകം മനസ്സിന്റെ തന്നെ വിവേകമാണ്. മനസ്സിൽ വിവേകം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെതേ ആകാൻ കഴിയുള്ളൂ. പക്ഷെ ആ മനസ്സ് അതിന്റെ പാരമാർത്ഥികമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ പ്രചരണം, പ്രകാരോ
ആ മനസ്സിന്റെ പ്രചരണം എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സവിടെ ഇല്ലാതാകുന്നില്ല, മനസ്സ് വീണ്ടും അവിടെ പ്രചരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് ആത്മാനുഭവം, ആത്മനിഷ്ഠ എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് മനസ്സിന് ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും മനസ്സ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് മുമ്പ് നമ്മൾ പറഞ്ഞു എന്താണ്? മനസ്സ് ചലിക്കുന്നോ ചലിക്കുന്നില്ല എന്നുള്ളതിനൂടെ പ്രസക്തിയൊന്നുമില്ല. യോഗികളെ സംബന്ധിച്ച് അത് പ്രസക്തമാണ്. യോഗിയെ സംബന്ധിച്ച് മനസ്സ് ചലിക്കാനേ പാടില്ല. ഇവിടെ അങ്ങനെയല്ല. അത് ചലിക്കുന്നോ ചലിക്കുന്നില്ല എന്നുള്ളതിന് വിഷയം. അത് പാരമാർത്ഥികമായി നിൽക്കുന്നു, അത് വ്യാവഹാരികമായി നിൽക്കുന്നു ഉള്ളതാണ് പ്രശ്നം. ഇനി അത് ചലിച്ചാലും അത് പ്രാതിഭാസികമായി ചലിക്കുന്നുണ്ട്, ദോഷമൊന്നും അതിന് ദോഷം സംഭവിക്കുന്നില്ല. അത് പരമാർത്ഥമല്ലാതെ ചലിക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. നമ്മുടെ മനസ്സ് പരമാർത്ഥത്തിൽ ചലിക്കുന്നതാണ് ഈ ദോഷമുള്ളത്. അത് പരമാർത്ഥമല്ലാതെ ചലിച്ചാൽ, അത് സത്യമല്ലാതെ ചലിച്ചാൽ അതിന് ജീവനെ ബന്ധിക്കാൻ കഴിയത്തില്ല. പറയില്ലേ, ചത്ത പാമ്പിന് കടിക്കാൻ കഴിയില്ല, കടിച്ചാൽ ആരും മരിക്കത്തുമില്ല. അതുപോലെ മനസ്സ് ചത്തുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാലാടുന്നോ ഇല്ലയോ അത് നോക്കിയിട്ട് കാര്യമില്ല. രണ്ടായാലും ശരി, അതിന് വിഷമില്ല. പിന്നെ ഇവിടെ പറയുന്നു അങ്ങനെയുള്ള ആ പ്രചരണം, പ്രചാരം, സതു പ്രചാരോ വിശേഷണ ജ്ഞേയോ യോഗിഭി, അത് യോഗികൾ അറിയേണ്ടതാണെന്നാണ്. അറിയേണ്ടതാണെന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ ഹിമാലയത്തിൽ പോയി തിരിച്ചു വന്ന് ഹിമാലയം കാണേണ്ട ഒരാളോട് പറയുകയാണ്, ആ അനുഭവം അതൊന്നും അറിയേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? താൻ അറിഞ്ഞില്ലെന്നാണ്. അറിയത്തക്കതായ മഹത്വം അതിനുണ്ടെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആത്മനിഷ്ഠന്റെ വാക്കുകളാണ്. അറിയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇനി അറിയണമെന്നുള്ളതാണ്. ഒരു അതിശയോക്തി പോലെ പറയുകയാണ്. അങ്ങനെ ഒരു നില എന്താണ്? നിർഗ്രഹീതമായി, നിർവികൽപമായി, വിവേകവത്തായ മനസ്സിന്റെ ഒരു പ്രചാരം, അതിന്റെ സഞ്ചാരം, ആത്മനിഷ്ഠനിലുള്ള മനസ്സിന്റെ ആ നില, അത് യോഗികൾ അറിയേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നു. അത്രയും മഹത്വം ഏറിയതാണ് എന്നർത്ഥം. എന്നെന്തുകൊണ്ട് പറയുന്നു? ഇതൊക്കെ സംഭവിക്കാമോ? ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാകുമോ എന്നുള്ള സംശയം മനസ്സിൽ വരും ശ്രോതാവിന്. അതുകൊണ്ട് പറയുന്നു, സ്വാനുഭവത്തെ മുൻനിർത്തി പറയുന്നു, അത് അറിയേണ്ടത് തന്നെയാണ്. ഒരാൾ പാൽപ്പായസം കുടിച്ചിട്ട് പറയുന്നു, അമ്പലപ്പുഴ പാൽപ്പായസം അത് കുടിക്കേണ്ടത് തന്നെയാണ് എന്ന് കുടിച്ച ഒരാൾക്ക് പറയാം, അയാൾ ഇതുവരെ കുടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അത്രമാത്രം അത് ആസ്വാദ്യമാണ്, ആനന്ദദായകമാണ്, രസകരമാണ്, ഈ രീതി പറയുകയാണ്. ശ്രോതാവിനെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. മനസ്സിന് അങ്ങനെ ഒരു നിലയുണ്ട്. ആ നില ഒരുപക്ഷെ കേൾക്കുന്നവന് ഇതുവരെ അറിയാൻ കഴിഞ്ഞെന്ന് വന്നിരിക്കില്ല, പക്ഷെ അതറിയേണ്ടത് തന്നെയാണ്. അവിടെ ആചാര്യം പറയുകയാണ്, ഇതെന്റെ അനുഭവമാണ്. അത് നേരിട്ട് പറയുന്നില്ല, അതവിടെയുണ്ട്, അത് യോഗികളുടെ അനുഭവമാണ് എന്ന് പറയുന്നു. അതറിയേണ്ടത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് തന്നെ ഇനി പറയും, യോഗിനോ ബിഭ്യതി അസ്മാ, യോഗികൾ ഇതിനെ ഭയപ്പെടുന്നു എന്ന് പറയും. അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യോഗി എന്ന് പറയുന്നത് ഭയപ്പെടുന്ന യോഗികളെ കുറിച്ചല്ല. യോഗം പോലെയുള്ള ശബ്ദങ്ങൾ പല സന്ദർഭങ്ങളിലും വരും, പല ഗ്രന്ഥങ്ങളിലും വരും. അതെല്ലാം അതാത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എവിടെയെങ്കിലും യോഗമെന്നോ യോഗിയെന്നോ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ അർത്ഥമാണെന്ന് ധരിക്കരുത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് വിശിഷ്യ യോഗികൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അടുത്ത് പറയും ഇതിനെ യോഗികൾ ഭയക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ രണ്ട് യോഗികളാണ്.
ഇതിനെ ഭയക്കുന്ന ആരാണോ ഇതെല്ലാം സത്യമാണെന്ന് കരുതി ഈ പ്രപഞ്ചത്തെ സത്യമായി തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യോഗിയാണ്. അഷ്ടാംഗയോഗമെല്ലാം പരിശീലിച്ച് മനസ്സിനെ നിരോധിച്ച് വിവേകഖ്യാതി സമ്പാദിച്ച് കൈവല്യത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന യോഗി. ആ യോഗികൾ ഇതിനെ ഭയക്കും. ഇതെന്താണ്, എവിടേക്കാണ് പോകുന്നത്? ഇത് ശൂന്യതയിലേക്കാണ് പോകുന്നത്. സർവ പ്രപഞ്ച അസ്തിത്വത്തെ നിഷേധിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ തന്റെ അസ്തിത്വം എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കും? ഇത്തരം നിരവധി സംശയങ്ങൾ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന സംശയങ്ങളെപ്പോലെ ഇതിന്റെ പാരമാർത്ഥികമായ നിലയെ മനസ്സിലാക്കാതെ പറയുന്നു. ചിലർ പറയുമല്ലോ, എനിക്ക് ദ്വൈതമാണ് ഇഷ്ടം, ദ്വൈതത്തിൽ എനിക്ക് ഈശ്വരനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഞാൻ വേറെ ആയിട്ടിരിക്കും, പഞ്ചസാരയായിട്ടിരിക്കുന്നതിനും പഞ്ചസാരയെ മധുരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ബാലശീയമായ കാഴ്ചപ്പാടുകളുണ്ട്. അത് പരമാർത്ഥത്തെ മനസ്സിലാക്കാതെയാണ്. മഹാത്മാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ താല്പര്യം മനസ്സിലാക്കണം. എന്താ പറഞ്ഞതിന്റെ താല്പര്യം ഒന്നും മനസ്സിലാക്കാതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെല്ലാം കഴമ്പുണ്ട്. പക്ഷെ അതിന്റെ പരമമായ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതെ ഒരു കാര്യം നമ്മൾ ഏറ്റുപറഞ്ഞാൽ അത് വിഡ്ഢിത്തമായി. അതുകൊണ്ടിവിടെ പറയുന്നു, ഈ മനസ്സിന്റെ നിഷ്പ്രചാരമായ മനസ്സിന്റെ പ്രചാരം, അതാണ് മഹാത്മാക്കളും നമ്മൾ കാണുന്നത്. ചോദിക്കും, അവർക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ മനസ്സവർ ബന്ധിക്കുന്നില്ലേ? വ്യവഹാരം ഉണ്ടെങ്കിൽ വ്യവഹാരം ബന്ധിക്കുന്നില്ലേ? അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. നിഷ്പ്രചാരമായ മനസ്സും പ്രചരിക്കുന്നു, അതിന് ബന്ധിക്കാൻ ശേഷിയില്ല. അവരെ നമ്മൾ പറയുന്നത് എന്താണ്? ജീവൻ മുക്തന്മാര്. ജീവിച്ചിരിക്കാൻ അവർ മുക്തി നേടി. എന്തിൽ നിന്നോ? അവരുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് മുക്തി നേടുന്നത്. വേറെ ഒന്നിൽ നിന്നും ഇവിടെ മുക്തി നേടാനില്ല. സ്വന്തം മനസ്സിൽ നിന്ന് മുക്തി നേടി. അപ്പോൾ മനസ്സവിടെ പോയി ആ മനസ്സ് പ്രചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അജ്ഞന്റെ മനസ്സും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവൻ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നില്ല. വിജ്ഞന്റെ മനസ്സ് പ്രചരിക്കുന്നു, പക്ഷെ അവൻ അതിൽ നിന്ന് മുക്തനായിരിക്കുന്നു. അതാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിയതിനു ശേഷം പിന്നെയുള്ള ആ മനസ്സിന്റെ ആ പ്രചരണം അത് അറിയേണ്ട കാര്യം തന്നെയാണ്. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതിനൊന്നിനോടും താരതമ്യപ്പെടുത്താൻ വയ്യ എന്നാണ് അടുത്ത് പറയുന്നത്. അത് ഏതുപോലെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അത് ഇന്നതുപോലെ ഇരിക്കുമെന്ന് പറയാൻ വയ്യ. അത് സമാധി പോലെ ഇരിക്കുമോ അത് പറയാൻ വയ്യ. സമാധി എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ കേട്ടറിവുള്ള സമാധി അവിടെ പ്രചാരമില്ല. മനസ്സ് നിരുദ്ധമായി എന്ന് പറഞ്ഞാൽ അത് പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. പിന്നെ അതിന് അനങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ ഉപമിക്കാൻ പറ്റത്തില്ല. ഇനി സുഷുപ്തിയോടായാലോ അതും പറ്റത്തില്ല. അതിനോടൊന്നും അതിനെ ഉപമിക്കാൻ പറ്റത്തില്ല. അവിടെ അത് സുഷുപ്തിയല്ല, സമാധിയല്ല എന്നാൽ അതിന് വരുന്ന ഭാഗങ്ങളിൽ അത് വിശദീകരിക്കും. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് പറയുന്നത്. നിഗൃഹീതസ്യ മനസോ നിർവികൽപസ്യ ധീമത പ്രചാര സതു വിജ്ഞേയ സുഷുപ്തന്യൂന തത്സമാ. Om